കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്ത ജ്വല്ലറി സെറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ ജ്വല്ലറി ഞാൻ ഒന്നുകൂടെ ഇട്ട് നോക്കിയതാണ്. എനിക്ക് ഇട്ടിട്ട് മതിയാവുന്നില്ല. പിന്നെ വാങ്ങിച്ച സാധനം പിന്നെ ഇട്ടിട്ട് എനിക്കത് എന്നെ തന്നെ ആസ്വദിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഞാൻ ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആസ്വദിക്കാനാണ്. ഇങ്ങനെയാണ് എല്ലാ പിള്ളേരും, അതേപോലെ തന്നെയാണ് ഞാനും. അപ്പൊ ഞാനൊരു കാര്യം പറയണമെന്നാണ്. വേറെ ഒന്നല്ല, ഇപ്പൊ മാരേജ് നോക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് റെന്റൽ ജ്വല്ലേഴ്സ്, ഞാൻ അങ്ങനെ റെന്റൽ ജ്വല്ലേഴ്സിലൊന്നും ഇങ്ങനെ കയറി നോക്കിയിട്ടില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാം യൂട്യൂബൊക്കെ വഴി കണ്ടിട്ടുണ്ട് ഇങ്ങനെ റെന്റൽ ജ്വല്ലേഴ്സ് കൊടുക്കുന്ന ഒരു കടകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ എന്ത് ചെയ്തു, എന്റെ വീടിന്റെ അടുത്തൊരു കടയിൽ ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ റെന്റൽ ജ്വല്ലേഴ്സിന്റെ ഒരു ഷോപ്പ് കണ്ടു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവിടെ ജസ്റ്റ് കയറി ഒന്ന് വിലയൊക്കെ നോക്കിയോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഇത് ജസ്റ്റ് കയറി കാണാനാണ്, അല്ലാണ്ട് എടുക്കാൻ വേണ്ടിയല്ല, ഞാൻ കട കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് ജസ്റ്റ് കയറിയതാണെന്ന് പറഞ്ഞു. പക്ഷെ ചേച്ചി അവിടെ നിന്നോട് എല്ലാ ജ്വല്ലറി ഐറ്റംസിന്റെ എമൗണ്ട് ഇത്രയാണെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ ഒരു സെറ്റ് ഉണ്ട്, ഇങ്ങനത്തെ ഒരു സെറ്റിന് 600 സംതിങ് ആണ് 3 ദിവസത്തേക്ക് വാടകയ്ക്ക് ആ ചേച്ചി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് ഫ്ലിപ്കാർട്ട് വഴി ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങിക്കുന്നതുകൊണ്ട് എനിക്ക് അതിന്റെ എമൗണ്ട് അറിയാം. പക്ഷെ ഞാൻ ഈ വാങ്ങിച്ച സെയിം ഐറ്റംസിന് 600 സംതിങ് ആണ് ആയുള്ളൂ. ഞാൻ വിചാരിച്ചു 3 ദിവസത്തെ വാടകയ്ക്ക് വേണ്ടി ഇങ്ങനെ 600 സംതിങ്. ഈ ജിമിക്ക് മാത്രമാണെങ്കിൽ 3 ദിവസത്തെ വാടക 180 രൂപയാണ്. അതേപോലെ ഈ സെറ്റിന് എങ്ങാണ്ട് 600 സംതിങ്. അതേപോലെ തന്നെ ഓരോ സെറ്റിന്റെയും എമൗണ്ട് 900 അങ്ങനെയൊക്കെ വരുന്നു. ഒരു മാലയുടെ എമൗണ്ട് ആണ് കേട്ടോ 900, ഹെവി ആയിട്ടുള്ള മാലയൊക്കെ 900 അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സെയിം എമൗണ്ടിന് തന്നെയാണ് 3 ദിവസത്തെ ജ്വല്ലറിക്ക് റെന്റ് ആണ് കൊടുക്കുന്നത് ഇത്രയും. അതേസമയം ഈ സെയിം എമൗണ്ട് തന്നെയാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നത്, നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് റീയൂസ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ റെന്റൽ ജ്വല്ലേഴ്സ് എടുക്കുന്നതാണ് നല്ലത്. പക്ഷെ എന്നെ പോലെ റീയൂസ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യണം, ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങിച്ചാൽ മതി. ഇപ്പൊ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജ്വല്ലറി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ കല്യാണം ഉണ്ടാവുന്ന സമയത്താണെങ്കിൽ ഇപ്പൊ ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഓണത്തിന് ഇടാൻ വേണ്ടിയാണ് ഞാൻ വാങ്ങിച്ചത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ ബുക്ക് ചെയ്ത് വാങ്ങിച്ചു. അപ്പൊ ആ സമയത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി ചിലപ്പോൾ അവൈലബിൾ അല്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വാങ്ങിച്ചത്. ഇപ്പൊ എനിക്കിത് മാരേജ് വരുമ്പോൾ എനിക്കിത് റീയൂസ് ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജ്വല്ലറിയൊക്കെ എനിക്ക് അപ്പ് ഇടാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നീടാണെങ്കിലും എനിക്ക് മാരേജ് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഇങ്ങനെ ഇടാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് എനിക്ക് പിന്നെ റീയൂസ് ഉള്ളതുകൊണ്ട് എനിക്കത് ഒരിക്കലും വേസ്റ്റ് ആവില്ല. അതേസമയം പിന്നെ ഒരു കാര്യമുണ്ട്, എന്റെ ജ്വല്ലറീസ് ഞാൻ ഇങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കൂല കേട്ടോ. അത് എനിക്ക് അങ്ങനെ കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ആശിച്ച് വാങ്ങിച്ചേക്കുന്ന സാധനങ്ങളൊന്നും ഞാൻ മറ്റുള്ളവർക്ക് ഇടാനോ അങ്ങനെ ആ ഒരു തരത്തിൽ കൊടുക്കുന്ന സ്വഭാവം എനിക്കില്ല. ചിലവരിങ്ങനെ മറ്റുള്ള ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ ഇടാനൊക്കെ കൊടുക്കും. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല കേട്ടോ. ഇത് പണ്ട് തുടങ്ങി ഇല്ലാത്തതാണ്. അങ്ങനെ ആ സ്വഭാവം നല്ലതൊന്നുമല്ല. പക്ഷെ എനിക്ക് ആ സ്വഭാവം ഇല്ല. എനിക്ക് അങ്ങനെ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങാനും അതിന്റെ ഓരോന്നൊക്കെ നശിപ്പിച്ചു കളയും, മറ്റാളെന്നൊക്കെ ഉള്ള ചിന്താഗതി. കാരണം നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിച്ച സാധനമാണ്. അങ്ങനെ എനിക്ക് ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഡ്രസ്സൊക്കെ ആയാലും ആദ്യമൊക്കെ ഞാൻ എന്തെയും ഇങ്ങനെ ഓരോരുത്തർക്കൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ കൊടുക്കുമായിരുന്നു. കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അവരതൊക്കെ നശിപ്പിച്ചിട്ടാണ് നമുക്ക് തന്നത്. ആ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിച്ച സാധനം അവർക്ക് ഇടാനൊരു ആഗ്രഹമുണ്ട്. അവർക്കത് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് പൈസ ഒന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ പൈസ ഉണ്ട്, പക്ഷെ എന്നാലും നമുക്കുള്ള പൈസയും കൊണ്ട് നമ്മുടെ അച്ഛനമ്മമാര് നമുക്ക് ആഗ്രഹിച്ച് വാങ്ങിച്ച് തന്ന സാധനം നമ്മൾ മറ്റുള്ളവർക്ക് അവർക്ക് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മളുടെ അടുത്ത് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ മനസാക്ഷി കൊണ്ട് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞിട്ട് അവർ തിരിച്ചു തന്നതെന്ന് വെച്ചാൽ അതൊക്കെ നശിപ്പിച്ചിട്ടേ തരുള്ളൂ. അങ്ങനെ തരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് അത് പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ എടുത്തേക്കുന്ന തീരുമാനമാണ് ഞാൻ ആർക്കും എന്റെ ഒരു സാധനം കൊടുക്കില്ല. കാരണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നശിപ്പിച്ച് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ അന്ന് എടുത്ത തീരുമാനമാണ്, ചെറുപ്പത്തിൽ ഞാൻ എടുത്ത തീരുമാനമാണ്. അത് പിന്നെ ഞാൻ ആർക്കും കൊടുക്കില്ല ഒരു സാധനം. പക്ഷെ ഇതെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഭാവിയിൽ എന്റെ അനിയൻ കല്യാണം കഴിക്കുമ്പോൾ ആ കുട്ടിക്ക് മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ. എന്റെ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ, അല്ലാണ്ട് വേറെ ആർക്കും ഞാൻ കൊടുക്കില്ല. അപ്പൊ ആ കുട്ടിയുടെ റിലേറ്റീവിനോ അങ്ങനെ ആർക്കും ഞാൻ കൊടുക്കില്ല. കാരണം എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്റെ സാധനങ്ങൾ ഞാൻ അത്രയും ആഗ്രഹിച്ച് വാങ്ങിച്ച സാധനങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെ നശിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അനിയൻ കല്യാണം കഴിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അനിയനെ പോലെ തന്നെയാണ്. അവൻ എന്തെങ്കിലും സാധനങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇതുണ്ടാവുമല്ലോ, അതെന്റെ അനിയനാണല്ലോ എന്നുള്ള ഒരു തരത്തിൽ ചിന്തിക്കാലോ. അതേപോലെ തന്നെ ആയിരിക്കും എനിക്ക് ആ കുട്ടിയും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുള്ളൂ. ഞാൻ കല്യാണം കഴിക്കുന്ന കുട്ടിക്ക് കൊടുക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പെൺപിള്ളേർ ഇങ്ങനെ ഒരുങ്ങി നടക്കുന്നത്. അപ്പൊ എന്റെ അനിയനെ പോലെ തന്നെയാണ് ഞാൻ അവളെയും കാണുള്ളൂ. അതും വെറും വാക്ക് പറയുന്നതല്ല, ഞാൻ കാര്യമായിട്ട് പറയുന്നതാണ്. അപ്പൊ അവളും അതേപോലെ തന്നെ എന്നെ പോലെ തന്നെ ഒരുങ്ങി നടക്കണം. അപ്പൊ എന്റെ ഓർണമെന്റ്സ് അവൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ അനിയനും നല്ല രീതിയിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെയാണ് അവളും നല്ല രീതിയിൽ നടക്കണം. അപ്പൊ എന്റെ ഓർണമെന്റ്സ് അവൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എത്രയായാലും അവൾക്ക് ഇടാനായിട്ട് ഞാൻ കൊടുക്കാതിരിക്കില്ല. എന്റെ ഡ്രസ്സ് ആയാലും എന്റെ എന്തെങ്കിലും ഒരു എടുത്തു കഴിഞ്ഞപ്പോ ജീൻസ് ആയാലും എന്റെ അനിയന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവന് കൊടുക്കില്ല. ചിലപ്പോൾ അവൻ ഇടുമ്പോ ചിലപ്പോൾ എന്തെങ്കിലും ഒരു നാശനഷ്ടം വന്നുണ്ടാവും. ഞാൻ പറയാം നശിപ്പിച്ച അത്രയും ചോദിക്കാനല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് വേറെ വാങ്ങിച്ചു അത്രയും എനിക്ക് അവനോട് പറയാൻ പറ്റുള്ളൂ. പക്ഷെ വന്നേറി പെൺപിള്ളേരോട് നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ അവര് നല്ല രീതിയിൽ ഒരുങ്ങി നടക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതാണ്. കാരണം പെൺപിള്ളേർ എല്ലാവരും ഒരുങ്ങി നടക്കണം എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് കൊടുക്കണേന്നും കുഴപ്പമില്ല. പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നശിപ്പിച്ചവයි. അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. അതുകൊണ്ട് ഞാൻ കൊടുക്കില്ല എന്ന് ഞാനൊരു ചെറുപ്പത്തിലെടുത്ത തീരുമാനമാണ്. അതൊരിക്കലും ഞാൻ മാറ്റാൻ പോണില്ല. കൊടുക്കുകയാണെങ്കിൽ മാത്രം
എന്റെ അനിയൻ കല്യാണം കഴിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ, അല്ലാണ്ട് ആർക്കും ഞാൻ കൊടുക്കില്ല. ഇത് ഇഷ്ടമല്ല. കാരണം ഇതൊക്കെ ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കുന്ന സാധനങ്ങളാണ്. ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ സ്വരുക്കൂട്ടി സൂക്ഷിച്ച് ഞാൻ വെക്കും. എന്നിട്ട് എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ ഇടും. അങ്ങനെ കുറേയൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. പ്രളയത്തിന്റെ സമയത്ത് എനിക്ക് ഒരുപാട് ജ്വല്ലറി സെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ സ്വരുക്കൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് കാര്യം ഉണ്ടായില്ല. അതൊക്കെ പ്രളയത്തിൽ ഒക്കെ പോയി, ഒക്കെ ചെടിയൊക്കെ പിടിച്ചാകെ നശിച്ചു പോയി. പിന്നെ ഇപ്പൊ ഞാൻ ഒന്നേന്ന് തുടങ്ങി ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. അതും ഇതേപോലെ തന്നെ പ്രളയം വരുന്നതൊക്കെ പോകും, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യം. എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊന്നും, ഇങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊന്നും എത്രയും നമ്മൾ പാഴാക്കി കളയരുതല്ലോ. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ ഭാവിയിൽ എൻ്റെ ഹസ്ബൻഡ് ആയാലും നല്ല രീതിയിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു ടിപ്പ് ടോപ്പിൽ നടക്കണം എപ്പോഴായാലും. ഇപ്പം താടിയൊക്കെ ഉണ്ടെങ്കിൽ താടിയൊന്നും കുഴപ്പമൊന്നുമില്ല, താടിയായാലും താടിയൊക്കെ എനിക്കിഷ്ടമാണ്. താടി നല്ല മീശയൊക്കെ ഉള്ള വ്യക്തികളൊക്കെ എനിക്കിഷ്ടമാണ്. കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല, കാരണം ഓരോരുത്തർക്കും ഒരു ഇതുണ്ടല്ലോ. പക്ഷെ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടി ക്ലീനാക്കി. എനിക്ക് മുടി വളർത്തിയ ആൺപിള്ളേർ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയില്ല, ആൺപിള്ളേർ ചില ആണുങ്ങളൊക്കെ മുടിയൊക്കെ വളർത്തി ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചുകൊണ്ടൊക്കെ നടക്കണതാണ്. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പക്ഷെ എൻ്റെ അനിയൻ ചിലപ്പോൾ ഇങ്ങനെ മുടിയൊക്കെ, അവൻ ആദ്യം ഒരു പണ്ടൊക്കെ ഇങ്ങനെ മുടിയൊക്കെ വളർത്തും, അതേപോലെ തന്നെ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചുകൊണ്ടൊക്കെ പണ്ടൊക്കെ നടക്കുമായിരുന്നു. അപ്പം എൻ്റെ വീട്ടുകാർ, എൻ്റെ അമ്മയൊക്കെ ചീത്തയൊക്കെ പറയുമായിരുന്നു. അമ്മയ്ക്കൊന്നും ഇഷ്ടമൊന്നുമല്ല, അമ്മയ്ക്കായാലും അച്ഛനും അങ്ങനെയൊന്നും ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ അവരൊക്കെ ചീത്ത പറയുമായിരുന്നു. പക്ഷെ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തു, കാരണം അവന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ ചെയ്തോട്ടെ എന്നുള്ള ഇതിൽ സപ്പോർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് ശരിക്കും ഇഷ്ടമല്ല. അതുപോലെ തന്നെ എൻ്റെ കെട്ടിയവനും നല്ല രീതിയിൽ തന്നെ നടക്കണം. എനിക്ക് സത്യം പറഞ്ഞ മുടി വളർത്തുന്ന ആൺപിള്ളേരെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവരിങ്ങനെ ആലവലാതി എന്ന് വെച്ചാൽ ആൺപിള്ളേർക്ക് എപ്പോഴും ഭംഗി. അങ്ങനെയാണെങ്കിൽ അവർക്ക് പെണ്ണുങ്ങളെ പോലെ ജീവിച്ചാൽ പോരെ. മുടി വളർത്താന്നുണ്ടെങ്കിൽ അവർക്ക് കണ്ണെഴുതി പൊട്ടുന്നിട്ടൊക്കെ നടന്നാൽ പോരെ. എന്തിനാണ്? എനിക്കിഷ്ടമല്ല. എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. ചില പെൺപിള്ളേർക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷെ എനിക്കിഷ്ടമല്ല. സത്യമായിട്ട് എനിക്കിഷ്ടമല്ല. ഞങ്ങളിങ്ങനെ മുടിയൊക്കെ വളർത്തി ഒരുമാതിരി ഒരു ഇതൊക്കെ ആയിട്ട് കിടക്കണമെന്ന് എനിക്കിഷ്ടമല്ല. അവരൊക്കെ നല്ല മുടിയൊക്കെ വെട്ടി, നല്ല ഇപ്പോഴത്തെ ഓരോ ലുക്കിലൊക്കെ വെട്ടി നല്ല അടിപൊളിയായിട്ട് മുടിയൊക്കെ കെയർ ഒക്കെ ചെയ്ത്, അതേപോലെ തന്നെ താടി മീശയൊക്കെ ആയാലും നല്ല അടിപൊളി നല്ല ഭംഗിയിലൊക്കെ. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനറിയില്ല, എങ്ങനെയാണ് വെട്ടേണ്ടതെന്നൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ. അതേപോലെ ഇപ്പം എൻ്റെ അനിയൻ തന്നെ ഇവിടെ മുടിയൊക്കെ വളർത്തി കഴിഞ്ഞിട്ട് ഇവിടെ അമ്മ നടന്നുകൊണ്ട് ഒച്ചപ്പാടാണ്. അമ്മയിലും അച്ഛനായാലും ഇങ്ങനെ ഒച്ചപ്പാടാണ്. മുടി വെട്ടിക്കള, ഇപ്പം താടിയൊക്കെ മര്യാദയ്ക്ക് വളർത്തുക, താടിയൊക്കെ വെട്ടി നിർത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, മീശയിലും വെട്ടി നിർത്തുക, നല്ല ഇതിൽ നിർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഇവിടെ എന്നും ഒച്ചപ്പാടും പാടുമാണ്. അവനങ്ങനെ ചെയ്ത് കിടക്കുകയാണെങ്കിൽ എനിക്കിഷ്ടമല്ല. എനിക്ക് നല്ല അടിപൊളിയായിട്ട് കിടക്കണം എന്നാണ് എനിക്കിഷ്ടം. നല്ല ടിപ്പ് ടോപ്പിൽ നല്ല ഇതിൽ ആൺപിള്ളേരായാലും നല്ല രീതിയിൽ ഒരുങ്ങി കിടക്കണം. ഒരുങ്ങിയെന്ന് വെച്ചാൽ അവരുടേതായ ലെവലിൽ, പെൺപിള്ളേരുടേതായ ലെവലിൽ ഒരുങ്ങി കിടക്കുമ്പോൾ ആൺപിള്ളേർ മുടിയൊക്കെ വെട്ടി നല്ല ലുക്കിൽ. ഇപ്പം എക്സിക്യൂട്ടീവ് ലെവലിലാണെങ്കിൽ എക്സിക്യൂട്ടീവ് ലെവലിൽ കിടക്കണം. എല്ലായിടത്തും എക്സിക്യൂട്ടീവ് ലെവലിൽ കിടക്കാൻ പറ്റില്ലല്ലോ. ചിലയിടത്ത് മോഡേൺ ലെവലിൽ കിടക്കണം. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണായാലും പെണ്ണായാലും നല്ല രീതിയിൽ നടക്കണം. കാരണം നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. അത് നല്ല രീതിയിൽ നമ്മൾ വൃത്തിയായിട്ട് നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാലാണ് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മൾ മരിച്ചിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ നല്ല രീതിയിൽ കിടക്കേണ്ടത്. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്.